എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോഴും ഗ്രഹങ്ങളുടെ ചലനങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മകരം രാശിയിൽ ജനിച്ചവർക്ക് 2026 മെയ് മാസം എങ്ങനെയായിരിക്കും എന്നാണ്. ഈ മാസം നിങ്ങളുടെ കരിയറിലൊക്കെ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകുമോ? സാമ്പത്തികമായിട്ടൊക്കെ നേട്ടമുണ്ടാകുമോ? ദാമ്പത്യ ജീവിതത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന മാസമാണോ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ വീഡിയോയുടെ അവസാനം ചെയ്യേണ്ട ലളിതമായ പരിഹാര മാർഗ്ഗങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം മകരരാശിക്കാരുടെ കരിയറിനെ കുറിച്ച് നോക്കാം. ഈ മാസം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ സമ്മിശ്രമായി അനുഭവപ്പെടുന്നതാണ്. ശനി നിങ്ങളുടെ രാശിനാഥനാണ്. ആ ശനി 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളിൽ മനോധൈര്യവും കർമ്മശേഷിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. എങ്കിലും ഇടയ്ക്ക് ജോലിയിൽ ഒരു മടിയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ചെറിയൊരു താല്പര്യക്കുറവ്, അതൊക്കെ മൂലം ജോലികളൊക്കെ നീട്ടിവെക്കാനും തോന്നിയേക്കാം. എന്നാൽ ഓർക്കുക, നിങ്ങൾ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ജോലികളൊക്കെ ചെയ്തു തീർക്കാനും സാധിക്കുന്നതാണ്. മെയ് 15-നൊക്കെ ശേഷം ജോലിസ്ഥലത്ത് ചെറിയ ചില തർക്കങ്ങളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആയിട്ടോ ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ മെയ് 15-ന് ശേഷം അല്പ ശ്രദ്ധ കൊടുക്കുക. ജോലിസ്ഥലത്ത് അനാവശ്യമായ തർക്കങ്ങളിലൊക്കെ ഇടപെടാതെ നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്ന മകരരാശിക്കാർക്ക് ഈ മാസം വളരെയധികം അനുകൂലമാണ്. ഗ്രഹനില പരിശോധിക്കുമ്പോൾ ബുധൻ്റെയും ചൊവ്വയുടെയും ഒക്കെ സ്ഥാനം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റിയൊരു സമയമാണ്. വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനും പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടാനും ഈ മാസം നിങ്ങൾക്ക് നല്ലൊരു പിന്തുണയൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ലാഭമൊക്കെ വർദ്ധിക്കാനും പുതിയ വരുമാന മാർഗ്ഗങ്ങളൊക്കെ തുറന്നു കിട്ടാനും ഈ മാസം നല്ല സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിനൊക്കെ അർഹമായ ഫലം തന്നെ ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതും ആണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ നിക്ഷേപങ്ങൾക്കോ ഓഹരി വിപണിയിലോ അതുപോലെ ട്രേഡിങ്ങിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ഗുണകരമായ സമയമാണ് മെയ് മാസം. എന്നാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ അമിതമായ ആവേശമൊക്കെ ഒഴിവാക്കുക. അനാവശ്യമായ ചെലവുകളൊക്കെ നിയന്ത്രിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഭാഗ്യമൊക്കെ നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണ്. അതിനാൽ തീരുമാനങ്ങളൊക്കെ കൃത്യസമയത്തൊക്കെ എടുക്കുക. ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷയൊക്കെ നൽകുന്നതുമാണ്. ഇനി മകരം രാശിക്കാരുടെ കുടുംബബന്ധം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം ചെറിയ ശ്രദ്ധയൊക്കെ ആവശ്യമായ സമയമാണ്. രാശിനാഥനായ ശനിയും അതുപോലെ സപ്തമഭാവത്തിലെ ചന്ദ്രനും തമ്മിലുള്ള ബന്ധമൊക്കെ കാരണം പങ്കാളിയുമായിട്ട് ചെറിയ നിസ്സാര കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മെയ് 11-ന് മുൻപുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സംസാരത്തിലൊക്കെ അല്പം നിയന്ത്രണം പാലിക്കുന്നത് വളരെയധികം നല്ലതാണ്. അമിതമായ ദേഷ്യമോ അല്ലെങ്കിൽ ആധിപത്യമോ ഒക്കെ സ്ഥാപിക്കാനുള്ള പ്രവണതയൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾ ക്ഷമയോടെയൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. മെയ് പകുതിയോടെയൊക്കെ കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കാനും അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മെയ് 14 വരെ വിദ്യാർത്ഥികൾക്ക് സുവർണകാലമാണ്. പഠനകാര്യങ്ങളിലൊക്കെ ഉന്നത വിജയം കൈവരിക്കാനും മത്സര പരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെക്കാനും ഈ സമയം നിങ്ങളെ സഹായിക്കുന്നതാണ്. 5-ാം ഭാവത്തിൽ ശുക്രനൊക്കെ നിൽക്കുന്നതിനാൽ പഠനകാര്യത്തിലൊക്കെ പുതിയ താല്പര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ്. പുതിയ കോഴ്സുകളിൽ ചേരാനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനായുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനോ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മെയ് 14-ന് ശേഷം ചെറിയ തോതിലൊക്കെ ശ്രദ്ധക്കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അലസതയൊക്കെ ഒഴിവാക്കി പഠനത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മകരക്കൂറുകാരുടെ ആരോഗ്യത്തെപ്പറ്റി നോക്കാം. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ആശങ്കകൾക്കൊന്നും സാധ്യതയില്ലെങ്കിലും ചെറിയ ചില കാര്യങ്ങളിലൊക്കെ ജാഗ്രത വേണം. വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ അതുപോലെ അസിഡിറ്റിയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണ രീതിയിലൊക്കെ കൃത്യതയൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മകരരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അമിതഭാരമാണ്.
ശരീരഭാരം കൂടാതെ നോക്കേണ്ടതാണ്. മെയ് 11 മുൻപുള്ള ദിവസങ്ങളിൽ ചെറിയ ക്ഷീണമോ അതുപോലെ കാലുകൾക്കൊക്കെ വേദനയൊക്കെ അനുഭവപ്പെട്ടേക്കാം. കഠിനമായ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനിടയിലൊക്കെ അല്പം വിശ്രമമൊക്കെ എടുക്കാനും മറക്കരുത്. ഇനി മകരരാശിക്കാർ എന്തൊക്കെ പരിഹാരങ്ങളാണ് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കാൻ വേണ്ടി മെയ് മാസം ചെയ്യേണ്ടത് എന്ന് നോക്കാം. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ദിവസവും ജപിക്കുക. ഇനി ദിവസവും ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേൾക്കുകയെങ്കിലും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ രാശിനാഥനായ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എല്ലാ ശനിയാഴ്ചയും ശനീശ്വര ക്ഷേത്രം ദർശനം നടത്തുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ എല്ലാ ചൊവ്വ ശനി ദിവസങ്ങളിലും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് മാനസികവും ശാരീരികവുമായ ഉന്മേഷമൊക്കെ നൽകുന്നതാണ്. ഇതൊക്കെയാണ് മെയ് മാസം മകരരാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. വിവേകത്തോടെയും ക്ഷമയോടെയും ഒക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അവർക്ക് ജ്യോതിഷം എന്നത് ഒരു ദിശാസൂചിക മാത്രമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.